ടൂർണമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പട്ടി വന്ന് കൊച്ചിന്റെ ചെവി കടിച്ചു കൊണ്ടുപോയി. ആലോചിച്ച് നോക്കി, ഞാൻ നിസ്സഹായനായി നിന്നു. രാഹുലെ, ഈ വീഡിയോ കണ്ടിരുന്നോ? നമ്മളുടെ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വേസ്റ്റ് മാനേജുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി നമ്മളുടെ വി.ഡി. സതീശൻ സർക്കാരിന്റെ കൃത്യമായ ഒരു ഐഡിയോളജി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതുമായി വിശദീകരണം നമുക്ക് നടത്താൻ പറ്റുന്നത്? അപ്പോൾ ഈ വീഡിയോ തന്നെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൊരു പരിപാടിയുമായി പോകുമ്പോൾ അവിടെ പരിപാടിയുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ഒരു അച്ഛനും മകളും, അപ്പോൾ അതിലേക്ക് വന്നൊരു തെരുവ് നായ മകളുടെ ചെവി കടിച്ചു പറിക്കുന്നൊരു സാഹചര്യം അദ്ദേഹം അതിൽ പറയുകയാണ്. അന്ന് അദ്ദേഹത്തിന് നിസ്സഹായതയോടെ മാത്രമേ അത് നോക്കിക്കണ്ട് നിൽക്കാൻ കഴിയൂ എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ നമുക്കറിയാം, തെരുവ് നായ ശല്യം എന്ന് പറയുന്നത് കേരളത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ തെരുവ് നായകൾ കുമിഞ്ഞുകൂടുന്നത്? തെരുവുകളിലെല്ലാം വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ്. വേസ്റ്റ്, ഈ നായകൾക്ക് കഴിക്കാൻ ഭക്ഷണം തെരുവിൽ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഇത് തെരുവിൽ പെറ്റുപെരുകി കൂടി വരുന്നത്. ഇത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ നാട് എന്ന് പറയുന്നത് പത്തനാപുരമാണ്. പത്തനാപുരത്താണ് കുറച്ച് നാളുകൾക്ക് മുമ്പിട്ട് പട്ടി കടിച്ചൊരു പെൺകുട്ടിയെ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, തെരുവ് നായ കാരണം സ്കൂളിലേക്ക് പോകാൻ പോലും കഴിയാത്ത കൊച്ചു കുട്ടികളുടെ അവസ്ഥ. അപ്പോൾ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ആ വീഡിയോ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ വി.ഡി. സതീശൻ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. ഉടനെ തന്നെ അതിനൊരു പരിഹാരം കേരളത്തിനുണ്ടാകുമെന്നാണ്. കാരണം വിദേശ രാജ്യത്തു നിന്ന് പല ആളുകളും വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ, നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ ആളുകൾ വന്ന് കാണാൻ വരുന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കൊച്ചിയിലാണ് ജീവിക്കുന്നത്, ഇപ്പോൾ ആലുവയിലാണ്. അപ്പോൾ നമ്മുടെ സ്ഥലങ്ങളിൽ പോലും അടുത്തടുത്ത് വീടുകളാണ്, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഈ വേസ്റ്റുകൾ എവിടെ കൊണ്ടുപോകും? വേസ്റ്റ് എടുക്കാൻ ആരുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ റെസിഡൻഷ്യൽ അസോസിയേഷനൊക്കെ ആണെങ്കിൽ ആളുകൾ വരും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഹരിതകർമ്മസേന വരും. ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? ഇപ്പോൾ രാവിലെ ജോലിക്ക് പോയിട്ട് രാത്രി വരുന്നതായിരിക്കും, അവിടെ ഹരിതകർമ്മസേനയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേസ്റ്റ് കുമിഞ്ഞുകൂടുക മാത്രമേ ഉള്ളൂ. ഇത് കൊണ്ടു കളയാനാണെങ്കിലോ അല്ലെങ്കിൽ കത്തിച്ച് കളയാനാണെങ്കിലോ എവിടെയെങ്കിലും ഇടാനാണെങ്കിലോ എങ്ങും ഒരു ഡംപ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ പോലും ഇല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും? ഇത് ഏതെങ്കിലും തെരുവോരത്തോ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് പോകും. കൂടുതൽ വേസ്റ്റ് എവിടെയാണോ കിടക്കുന്നത് അവിടേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകും. ഇത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. കൃത്യമായൊരു ബോധവൽക്കരണം കിട്ടാത്തതിന്റെ പ്രശ്നമാണോ എന്ന് തോന്നുന്നുണ്ടോ? ബോധവൽക്കരണം മാത്രമല്ല, സിസ്റ്റം ശരിയാവാത്തതും ഒരു കാരണം തന്നെയാണ്. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് ഞാൻ റോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്കും എൻ്റെ നാടിനും അപമാനകരമാണ് എന്നൊരു തോന്നൽ ഏതെങ്കിലും ഒരു പൗരനും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. നമ്മൾ പണ്ട് തൊട്ടേ ശീലിച്ച എന്താണ്? ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ നമ്മുടെ സ്വന്തം പറമ്പാണ്, നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ടാണെങ്കിൽ അയ്യത്തേക്ക് എറിയും. ഇത് തന്നെയാണ് നമ്മൾ പണ്ട് തൊട്ടേ ശീലിച്ചത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ചെറിയ പ്രായം തൊട്ടേ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇത് കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകാൻ, എവിടെയെങ്കിലും ഇത് ആർക്കെങ്കിലും കൊടുത്തൊഴിവാക്കാൻ, ഇപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ ഉപയോഗിച്ചു കൂട്ടമായി, ഇതെവിടെ കൊണ്ട് കളയും? കൃത്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ഒരു കുപ്പികൾ കളയാൻ പോലുള്ള സംവിധാനങ്ങളില്ല. ഉണ്ടെങ്കിൽ പോലും നമ്മൾ റോഡുകളിൽ നമ്മൾ പരിശോധിച്ചാൽ മതി, ഇതേപോലെ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പോ അല്ലെങ്കിൽ അവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങൾ കാണും. അവിടെ എന്താണ്? ഇത് കൂടി കിടക്കുകയാണ്. ഇവരെടുത്തുകൊണ്ട് പോകാനുള്ള സിസ്റ്റവും ഇവർക്കില്ല. ഇവിടെ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഈ ജൈവ വേസ്റ്റും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റും രണ്ടായിട്ട് വേർതിരിച്ചൊക്കെ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു പൊതുനിരത്തിലേക്ക് അത് ഇങ്ങനെ എത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു ഒറ്റ വേസ്റ്റായിട്ട് മാത്രം അത് മാറുന്നു. അത് മാത്രമല്ല, ഈ ഹരിതകർമ്മസേനയുടെ ഒരു പിടിപ്പുകേട് ഇതിൽ വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളം മാറുന്നതിനനുസരിച്ചായി പുതിയ സംവിധാനങ്ങൾ, ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നത്. എന്തിനാണ്? ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ അല്ലെങ്കിൽ വീടുകൾ ഇവിടെയെല്ലാം പോയി അവിടെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇവരെല്ലാം കൊണ്ടുപോകുന്നത്. ഈ ജൈവ വേസ്റ്റുകളൊന്നും ഇവർ കൊണ്ടുപോകില്ല. അപ്പോൾ ഇവരാണെങ്കിൽ പോലും ചെയ്യുന്നത് എന്താണ്? കഴുകിയ വേസ്റ്റുകൾ, അതായത് നമ്മളൊരു ഭക്ഷണം കഴിച്ചത് കഴുകി വെച്ച് ആ കവർ കൊടുത്തെങ്കിൽ മാത്രമേ അവർ എടുക്കൂ. അല്ലാതെ ഇപ്പോൾ ജൈവ വേസ്റ്റുകൾ അല്ലാതെ എടുത്തുകൊണ്ട് പോകാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ കഴുകി വെച്ച് നമ്മൾ അല്ലാതെ വേസ്റ്റുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞാലും അത് കൊണ്ടുപോകാനുള്ള സംവിധാനമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സർക്കാർ പുതിയൊരു സംവിധാനമാണ് കൊണ്ടുവന്നത്, വേസ്റ്റ് മാനേജ്മെൻറ്റ്. അത് ഒരു പരിധി വരെ അത് ഒരു പരിഹാരമായിട്ടുണ്ട് ചിലയിടങ്ങളിൽ. പക്ഷേ ഇത് മൊത്തത്തിൽ നമുക്ക് മൊത്തത്തിലുള്ള മാറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ വരികയാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യത്തു നിന്ന് ഒരാൾ വരികയാണ്, അയാൾ വന്ന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ സാധനങ്ങൾ ഇതെവിടെ കൊണ്ട് കളയും?
ഇപ്പോൾ ഹോട്ടലിലാണെങ്കിൽ കളയാം, അത് അയാൾ വാങ്ങിച്ച് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഭക്ഷണം എടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും വഴിയരികിൽ ഇരുന്ന് കഴിച്ചു. പിന്നീട് പോകുന്ന വഴി ഇത്തരത്തിൽ വേസ്റ്റ് ഇടാനുള്ള ഡംപിങ് പ്ലേസുകളൊന്നും കാണില്ല. അപ്പോൾ അവിടെ പ്ലേസുകളില്ലാതെ വരുമ്പോൾ എന്താണ്, അത് നേരെ ഏതെങ്കിലും ഭാഗത്തേക്ക് കളയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പം നമുക്ക് തന്നെ വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന വിദേശികളൊക്കെ അവർ വരുമ്പോൾ അവരെങ്ങനെയാണ് കേരളത്തിൻ്റേതായൊരു പൈതൃകവും കേരളത്തിൻ്റേത് മാത്രമായ കേരള സ്റ്റോറീസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ണൂരൊക്കെ ജില്ലയാണെങ്കിൽ മുത്തപ്പനെ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കേരളത്തിൻ്റേതായ ഒരു പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കേരളത്തിലേക്ക് വരുന്ന കേരളത്തിൻ്റെ വിശ്വസൗന്ദര്യം കണ്ടുവരുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇവിടെ വരുമ്പോൾ ഒരു നെഗറ്റീവ് അടിക്കുകയാണ്. അതാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അല്ല, ഇതിലൊരു പരിധി വരെ പൗരബോധത്വമില്ലാത്ത ചില ആളുകളുടെ ഇടപെടലുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരേതെങ്കിലും കാട്ടിലോ അവിടെ എവിടെയെങ്കിലും പോയി മദ്യം വെച്ചിട്ട് ഈ സാധനങ്ങൾ അവിടെ തന്നെ കളയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതേപോലെ തന്നെ ഒരുപാട് മദ്യപാനികളുടെ എണ്ണം കൂടി വരികയാണ്. പിന്നെ ചില ആളുകൾ ഈ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളുമായിട്ട് കാട് കയറാനൊക്കെ പോകും, എന്നിട്ട് കാട്ടിൽ തന്നെ ഉപേക്ഷിക്കും. ഇവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ എന്തോ സ്വത്താണ്, ഇവർക്ക് എന്തും ചെയ്യാം എന്നുള്ള വലിയ താല്പര്യത്തിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ വളരെ മോശകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് തങ്ങൾക്ക് എന്തും ചെയ്യാം, വേറെ ആരും ചോദിക്കാൻ വേണ്ട ആവശ്യമില്ല. എനിക്ക് വേസ്റ്റ് എവിടെ വേണമെങ്കിലും ഇടാം, എൻ്റെ ഇഷ്ടമാണ്, നിങ്ങൾ വേണമെങ്കിൽ സഹിച്ചാൽ മതി, ഞാൻ വീണ്ടും ഇടും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇവിടെ വേസ്റ്റ് ഇടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി വേസ്റ്റ് ഇടുന്ന ആളുകളുണ്ട്. ഓരോ ആളുകളുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. ഇപ്പോ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ വേസ്റ്റ് ഇടുക പറഞ്ഞാൽ അവരവിടെ ഇടില്ല, അല്ലെങ്കിൽ വേസ്റ്റ് ഇടാനുള്ള ഏതെങ്കിലും സ്ഥലം തപ്പി പിടിച്ച് കൊണ്ടുപോയി ഇടുക, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന ആരുടെങ്കിലും കൊടുക്കും. പക്ഷേ ചില ആളുകളെ സംബന്ധിച്ച് ഇത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരികയുള്ളൂ. ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വലിയ പൈസകളാണ്. ഇവിടെ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന കുറെ അല്ല, പണത്തിന്റെ ഒരു വിഷയമാണ് ഇത്. ഇപ്പോ വേസ്റ്റ് എടുക്കുന്ന ആരെങ്കിലും ഏൽപ്പിച്ച് നമ്മൾ വേസ്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ഇത് കൊണ്ടുപോകണമെങ്കിൽ വലിയ തുകകൾ കൊടുക്കേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ഒരു ചാക്ക് വേസ്റ്റ് കൊണ്ടുപോകണമെങ്കിൽ തന്നെ 2000, 3000, 4000 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ തിങ്ങി നിറയുന്നതിനനുസരിച്ച് ഒരു നഗരത്തിൽ വേസ്റ്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അവർ വാങ്ങിക്കുന്ന സാധനങ്ങളാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലും ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇത് ഡംപ് ചെയ്യാനും ഇത് വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യാനും എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇപ്പോൾ വി.ഡി. സതീശൻ പ്രസംഗത്തിൽ പറയുന്നത് പോലെ തന്നെ ഒരുപാട് കമ്പനികളുണ്ട്. ജർമ്മൻ ടെക്നോളജി വെച്ചുണ്ടാക്കുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന കമ്പനിയാണ് എന്ന് പറഞ്ഞ് ഈ കമ്പനികളെല്ലാം വരും. ഇതെല്ലാം വെറും ബബിളുകളാണ്, ഒരടിത്തറയും ഇല്ലാത്ത കമ്പനികളാണ്. ഈ സാധനം വേസ്റ്റുമായി വന്ന് വേസ്റ്റ് എടുക്കും, പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അവർ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകും. വേസ്റ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഡംപ് ചെയ്യും, ഏതെങ്കിലും കാട്ടിലോ ഏതെങ്കിലും സ്ഥലത്തോ ഡംപ് ചെയ്യും. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഈ ഹരിതകർമ്മ സേനകൾ അവരോട് കാണിക്കുന്ന പെരുമാറ്റവും ഈ ഒരു ജോലിയിൽ നിന്ന് അവർക്ക് വിട്ടുമാറേണ്ടി വരുന്നൊരവസ്ഥയും കൂടെ ഉണ്ടാവാറുണ്ട്. അതും ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റിനെ ബാധിക്കുന്നില്ലേ പ്രധാനമായിട്ടും ആ ഒരു വിഷയം? ചില ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഹരിതകർമ്മ സേനയെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് കേരളത്തിൽ ഭൂരിപക്ഷം ആളുകളും. പിന്നെ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് 50 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ഹരിതകർമ്മ സേന വന്ന് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഈ 50 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് വാശി കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ 50 രൂപ കൊടുത്തിട്ട് ഞാൻ എന്തിനാണ് ഞാൻ വേസ്റ്റ് കൊടുക്കുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യമാണ്. അല്ലെങ്കിൽ പക്ഷെ അവരെ മനുഷ്യരായി പോലും കാണാത്ത ആളുകളുമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. അവർ ഇപ്പോൾ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകളെ മോശമായിട്ട് കാണുന്ന ആളുകളുമുണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു അടിത്തറയും ഇല്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമാണ് വേസ്റ്റ് ഞാൻ എവിടെ വേണമെങ്കിലും വലിച്ചെറിയും, ഇതൊന്നും ചോദിക്കാൻ നിങ്ങൾ ആരുമല്ല, ഇത് എൻ്റെ കുടുംബസ്വത്താണ് എന്ന് ഉള്ള മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. എന്തായാലും കൃത്യമായ നടപടി എടുക്കും എന്നുള്ളതാണ് വി.ഡി. സതീശൻ സർക്കാർ. അവർക്ക് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്നുള്ള അനുഭവമാണ് അദ്ദേഹം അതിൽ പറയുന്നത്. തെരുവ് നായ ശല്യം ഉണ്ടാകും. അപ്പൊ അതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതികൾ കേരളത്തിൽ സർക്കാർ തലത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ് വി.ഡി. സതീശൻ അതിൽ പറയുന്നത്. എന്താണെങ്കിലും അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ആ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ കേരളം വലിയ രീതിയിലേക്ക് മാറ്റമുണ്ടാകും.